ഹായ് ഓൾ. നമ്മുടെ എക്സാംസിന് സ്ഥിരം PSC എക്സാംസിന് സ്ഥിരം ചോദിക്കുന്ന ഒരു ഭാഗമാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത് അല്ലേ. ഏതൊരു PSC പരീക്ഷ എടുത്ത് നോക്കിയാലും അതിലെല്ലാം ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ക്വസ്റ്റ്യനായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ക്വസ്റ്റ്യൻ ടാഗ്. വളരെ എളുപ്പത്തിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു വിഭാഗമാണ് ഈ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. ചില കാര്യങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ക്വസ്റ്റ്യൻ ടാഗിൽ നിന്നുള്ള മാർക്ക് എവിടെയും പോകാണ്ട് നമ്മുടെ കയ്യിൽ തന്നെ അതിനെ ഭദ്രമാക്കി വെക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ചെറിയ വീഡിയോയുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുൻപിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻ ടാഗ്. ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുമ്പോഴേ നമുക്കറിയാം അതൊരു ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനമാണ്, ഒരു സംഗതിയാണ് എന്നുള്ളത് നമുക്കറിയാം അല്ലേ. എന്താണ് ക്വസ്റ്റ്യൻ ടാഗ്? നമ്മളൊരു കാര്യത്തെ പ്രസ്താവിക്കുമ്പോൾ, പറയുമ്പോൾ, സ്റ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്ന ആ കാര്യം, സ്റ്റേറ്റ് ചെയ്യുന്ന കാര്യം ഒന്നുകൂടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, കൺഫേം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്ന ഷോർട്ട് ക്വസ്റ്റ്യൻസ്, അതിനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കാൻ വേണ്ടി തരുന്ന ഒരു ക്വസ്റ്റ്യനിൽ തീർച്ചയായിട്ടും നമുക്ക് ആരെ തന്നിട്ടുണ്ടാകും? ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് തരുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റിനെ നോക്കിയിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റിനനുസരിച്ചാണ് നമ്മൾ അതിന് യോജിക്കുന്ന രീതിയിലുള്ള ആരെ ഉണ്ടാക്കേണ്ടത്? ക്വസ്റ്റ്യൻ ടാഗിനെ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കാൻ വേണ്ടി തന്നാൽ നിങ്ങൾ ആദ്യം തന്നെ ആ സ്റ്റേറ്റ്മെൻറ്റിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ചെക്ക് ചെയ്യേണ്ടത്. ഈ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളും കൃത്യമായിട്ടുള്ള രീതിയിൽ ഫോളോ ചെയ്യാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ടാഗിൽ നിന്നുള്ള ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും അതെല്ലാം വളരെ ഈസി ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്, നിങ്ങൾക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റ് ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണോ അതോ ഇതൊരു നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്? ചെക്ക് ചെയ്യേണ്ടത്. എന്ന് പറയുമ്പോൾ എന്തിനു വേണ്ടിയാണ് നമ്മളിത് ചെക്ക് ചെയ്യുന്നത്? നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്, ഇഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് പോസിറ്റീവ്, തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾ ആ സ്റ്റേറ്റ്മെൻറ്റിന് വേണ്ടി ഉണ്ടാക്കേണ്ട ക്വസ്റ്റ്യൻ ടാഗ് അതിൻ്റെ ഓപ്പോസിറ്റായ നെഗറ്റീവ് ആയിരിക്കണം. അപ്പം ഇഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് പോസിറ്റീവ് ദെൻ ദ ടാഗ് ഷുഡ് ബി നെഗറ്റീവ്. ഇനി തിരിച്ച് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കേണ്ട ടാഗ് എന്തായിരിക്കണം? അതൊരു പോസിറ്റീവ് ടാഗ് ആയിരിക്കണം. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ക്വസ്റ്റ്യൻ ടാഗിനെ സംബന്ധിച്ചിടത്തോളം. ആദ്യം നോക്കേണ്ട കാര്യം ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. എന്നിട്ട് നോക്കുക ഈ സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവ് ആണോ. പോസിറ്റീവ് ആണെങ്കിൽ നമ്മുടെ ടാഗ് ആരായിരിക്കണം? നെഗറ്റീവ്. ഇനി തിരിച്ച് സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവ് ആണെങ്കിൽ നമ്മളുടെ ടാഗ് ആരായിരിക്കണം? പോസിറ്റീവ്. ഇതിന് ശേഷം നമ്മൾ പറഞ്ഞു 2 കാര്യങ്ങളാണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റിൽ ചെക്ക് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു അല്ലേ. അപ്പം ആദ്യം തന്നെ ടാഗ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് ഉറപ്പിച്ചതിന് ശേഷം അടുത്തത് നിങ്ങൾ നോക്കേണ്ടത്, നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു ഓക്സിലറി വെർബിനെ ഡയറക്റ്റ് ആയിട്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അടുത്ത കാര്യം ചെക്ക് ചെയ്യേണ്ടത്. ഇഫ് ദർ ഈസ് ആൻ ഓക്സിലറി വെർബ് ഇൻ ദ സ്റ്റേറ്റ്മെൻറ്റ്, അങ്ങനെ നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു ഓക്സിലറി വെർബ് ഡയറക്റ്റ് ആയിട്ട് കിടപ്പുണ്ടെങ്കിൽ then it should be repeated in the question tag. നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ ടാഗിൽ നിങ്ങൾ ആരെ ഉപയോഗിച്ചിട്ട് വേണം ക്വസ്റ്റ്യൻ ടാഗിനെ ഉണ്ടാക്കാൻ? ഈ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നിരിക്കുന്ന ഓക്സിലറി ഏതാണോ അതിനെ തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ആരെ ഉണ്ടാക്കുക? ക്വസ്റ്റ്യൻ ടാഗിനെ ഉണ്ടാക്കുക. സോ നമുക്ക് നോക്കിയാലോ ക്വസ്റ്റ്യൻ. രാഹുൽ ഈസ് എ ഡോക്ടർ. സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പോഴേ നമുക്കറിയാം നെഗറ്റീവ് വേർഡ്സ് ഒന്നും തന്നെ ചേരാത്തത് കൊണ്ട് ഇതൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഉടനെ നമ്മൾ ഉറപ്പിക്കുന്നു ഇതിൻ്റെ ടാഗ് ആരായിരിക്കണം? ഇതിൻ്റെ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. അടുത്തത് നമ്മൾ നോക്കുന്നത് എന്താണ്? ഇതിൽ ഡയറക്റ്റ് ആയിട്ട് ഒരു ഓക്സിലറി ഉണ്ടോ എന്നാണ് നോക്കുന്നത്. കാണുമ്പോഴേ നമുക്കറിയാം ഇവിടെ കിടക്കുന്ന ഓക്സിലറിയാണ് ഈസ്. അങ്ങനെ ഒരു ഓക്സിലറി അവിടെ പ്രസൻ്റ് ആണെങ്കിൽ നമ്മൾ ഉണ്ടാക്കേണ്ട ക്വസ്റ്റ്യൻ ടാഗിൽ ആരുണ്ടാകണം? അതേ ഓക്സിലറി തന്നെ വേണം. സോ നെഗറ്റീവ് ആയത് കാരണം നമ്മൾ നോട്ടിൻ്റെ ഷോർട്ട് ഫോമായ ഈസിൻഡ് ഉപയോഗിക്കുന്നു. ഇനി ക്വസ്റ്റ്യൻ ടാഗിൽ നമ്മൾ എപ്പോഴും പ്രൊനൗണിനെ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ രാഹുൽ എന്നുള്ള നൗണിന് പകരമായിട്ട് നമ്മൾക്ക് ഉപയോഗിക്കാവുന്ന പ്രൊനൗണാണ് ഹി എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും? ഈസിൻഡ് ഹി.
അടുത്ത ചോദ്യം നോക്കിക്കേ. ദ ഗേൾസ് ആർ ഡാൻസിങ് വെൽ. ദ ഗേൾസ് ആർ ഡാൻസിങ് വെൽ. എഗെയിൻ നെഗറ്റീവ് വേർഡ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. സോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടാഗ് ആരായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. ഇനി നമ്മൾ എന്ത് നോക്കുന്നു? ഇതിൽ ഓക്സിലറി ഉണ്ടോ എന്ന് നോക്കുന്നു അല്ലേ? ഏതാണ് ഓക്സിലറി? ആറാണ്. സോ അതിനെ തന്നെ റിപ്പീറ്റ് ചെയ്തു. നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മൾ അതിൻ്റെ കൂടെ ആറിൻറ്റ് എന്ന് കൊടുക്കുന്നു. ഇനി ദ ഗേൾസ് എന്ന് പറയുമ്പോൾ പ്ലൂറലാണ്. ഇങ്ങനെയുള്ളൊരു പ്ലൂറൽ സബ്ജക്റ്റ് വന്നാൽ അതിന് പകരമായിട്ട് നമുക്ക് കൊടുക്കാവുന്ന പ്രൊനൗണാണ് ദേ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ആറിൻറ്റ് ദേ. അടുത്ത ക്വസ്റ്റ്യൻ, ഷീ ക്യാൻ സ്വിം. ഇവിടെയും നമുക്കറിയാം നെഗറ്റീവ് വേർഡ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവ്. സോ നമ്മുടെ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. ഇനി ഡയറക്റ്റ് ആയിട്ടുള്ള ഓക്സിലറി വെർബാണ് ക്യാൻ. അതുകൊണ്ട് തന്നെ അതിൻ്റെ നെഗറ്റീവാണ് കാൺട്ട്. ഷീ എന്നുള്ള പ്രൊനൗണിനെ ഓൾറെഡി അവിടെ തന്നിട്ടുണ്ട്. സോ നമ്മളതിനെ റിപ്പീറ്റ് ചെയ്തു. കാൺട്ട് ഷീ. ഓക്കെ. ദിസ് കമ്പ്യൂട്ടർ ഈസ് നോട്ട് വർക്കിംഗ്. ദിസ് കമ്പ്യൂട്ടർ ഈസ് നോട്ട് വർക്കിംഗ്. കാണുമ്പോഴേ നമുക്കറിയാം ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ നോട്ട് എന്ന് പറയുന്ന നെഗറ്റീവ് വേർഡ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്തായി? ഇതൊരു നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആയി. സോ ഇതിൻ്റെ ടാഗ് ആരായിരിക്കണം? ഇതിൻ്റെ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. ഇനി ഈസ് എന്ന് പറയുന്ന ഓക്സിലറി വെർബ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അതിനെ റിപ്പീറ്റ് ചെയ്തു. പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെ ഇൻറ്റു വേണ്ട. ഇനി ദിസ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു സിംഗുലാർ ആയിട്ടുള്ള ഒരു നോൺ ലിവിങ് തിങ് ആണ്. അതിന് പകരമായിട്ട് നമ്മൾ ഇറ്റ് എന്നുള്ള പ്രൊനൗണിനെ കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ആൻസർ ഈസ് ഇറ്റ് എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വി ഹാവിൻറ്റ് ഗോൺ ദയർ. വി ഹാവിൻറ്റ് ഗോൺ ദയർ. ഹാവിൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നോട്ട് ചേർന്നതാണ് ഹാവിൻറ്റ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം നോട്ട് ചേർന്നത് കൊണ്ട് തന്നെ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. ഇനി ഡയറക്റ്റ് ആയിട്ട് ഓക്സിലറി ആരുണ്ട്? ഹാവ് ഉണ്ട്. സോ നമ്മൾ അതിനെ റിപ്പീറ്റ് ചെയ്തു. വി എന്നുള്ളത് പ്രൊനൗൺ ആണ്. സോ നമ്മൾ അതിനെ തന്നെ കൊടുത്തു. അപ്പം നമ്മുടെ ആൻസർ ഹാവ് വി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഹീ വിൽ ഗോ ദയർ ടുമാറോ. ഹീ വിൽ ഗോ ദയർ ടുമാറോ. ഇവിടെ നമുക്ക് എന്തില്ല? നെഗറ്റീവ് വേർഡ്സ് ഒന്നും തന്നെ ഇല്ല അല്ലേ? സോ നമ്മൾ അതിൻ്റെ ടാഗ് നെഗറ്റീവ്, കാരണം സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവ്. ഇനി ഡയറക്റ്റ് ആയിട്ട് ഓക്സിലറി വെർബുണ്ട്, അതാണ് വില്ല്. വില്ലിൻ്റെ കൂടെ ഇൻഡെന്ന് ചേർക്കുമ്പോൾ അതെപ്പോഴും വോണ്ട് എന്നായിട്ട് മാറുന്നു. അതെപ്പോഴും ശ്രദ്ധിക്കുക. വില്ലിൻ്റെ കൂടെ നോട്ട് ചേരുമ്പോൾ അതിൻ്റെ ഷോർട്ട് ഫോം ആണ് വോണ്ട്. ഹി എന്നുള്ളത് ഓൾറെഡി തന്നിട്ടുണ്ട്. അടുത്തതാണ്, ഐ ഷാൾ ബൈ എ ന്യൂ കാർ നെക്സ്റ്റ് വീക്ക്. ഐ ഷാൾ ബൈ എ ന്യൂ കാർ നെക്സ്റ്റ് വീക്ക്. ഇവിടെയും നമുക്ക് നെഗറ്റീവ് വേർഡ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവ്. സോ ടാഗ് നെഗറ്റീവ്. ഇനി ഷാളാണ് ഇവിടുത്തെ ഓക്സിലറി. അതിനെ നമ്മൾ നോട്ടിൻ്റെ കൂടെ ചേർക്കുമ്പോൾ അത് ഷാൻറ്റ് എന്നായിട്ട് മാറുന്നു. എന്താണ്? ഷാൻറ്റ് എന്നായിട്ട് മാറുന്നു. ഷാൻറ്റ് ഐ. അപ്പം വില്ലിൻ്റെ കൂടെ നോട്ട് ചേരുമ്പോൾ അത് വോണ്ടാകുന്നു. ഷാളിൻ്റെ കൂടെ നോട്ട് ചേരുമ്പോൾ അത് ഷാണ്ടാകുന്നു. ക്യാനിൻ്റെ കൂടെ നോട്ട് ചേരുമ്പോൾ അത് കാണ്ടെന്നായിട്ട് മാറുന്നു. റൂള് ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ഓക്കെ ആയി. ഇനി നമുക്ക് ഇതുമായിട്ട് ബേസ് ചെയ്ത് നമ്മൾ മറ്റൊരു റൂള് പറയുന്നത്, നമ്മൾ പറഞ്ഞു ഒരു ഓക്സിലറി ആണുള്ളതെങ്കിൽ അതിനെ റിപ്പീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒന്നിൽ കൂടുതൽ ഓക്സിലറീസ് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഇഫ് ദർ ആർ മോർ ദാൻ വൺ ഓക്സിലറി വേർബ്സ് ഇൻ ദ സ്റ്റേറ്റ്മെന്റ്, സ്റ്റേറ്റ്മെന്റിൽ ഒന്നിൽ കൂടുതൽ ഓക്സിലറി വെർബ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ദെൻ ദ ഫസ്റ്റ് ഓക്സിലറി ഈസ് റിപ്പീറ്റഡ് ഇൻ ദ ക്വസ്റ്റ്യൻ ടാഗ്. ആദ്യം തന്നിരിക്കുന്ന ഓക്സിലറി ഏതാണോ അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? റിപ്പീറ്റ് ചെയ്യേണ്ടത്. ഹി വുഡ് ഹാവ് കം. സ്റ്റേറ്റ്മെന്റ് കാണുമ്പോഴേ നമുക്കറിയാം പോസിറ്റീവ് ആണ്. സോ ടാഗ് നെഗറ്റീവ്. ഇനി ഓക്സിലറിയെ നോക്കുമ്പോൾ നമുക്കറിയാം വുഡുമുണ്ട് ഹാവുമുണ്ട്. രണ്ട് ഓക്സിലറീസ് ഉള്ളത് കാരണം നമുക്കറിയാം ഇതിൽ ആരെ കൊടുക്കുക? ആദ്യത്തേതിനെ കൊടുക്കുക. അപ്പം നമ്മുടെ ആൻസർ വുഡിൻറ്റ് ഹി. എന്ത് വരും? വുഡിൻറ്റ് ഹി. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദേ വിൽ ഹാവ് ഫിനിഷ്ഡ് ദ വർക്ക് ബൈ ടുമാറോ. ദേ വിൽ ഹാവ് ഫിനിഷ്ഡ് ദ വർക്ക് ബൈ ടുമാറോ. കാണുമ്പോഴേ അറിയാം രണ്ട് ഓക്സിലറി ഉണ്ട്, വില്ലും ഹാവും. സോ നമ്മൾ ആരെ ഉപയോഗിക്കണം? ഫസ്റ്റ് ഓക്സിലറിയെ. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും? വില്ലിൻ്റെ കൂടെ നോട്ട് ചേരുമ്പോൾ അത് വോണ്ട്. ദേ എന്നുള്ള പ്രൊനൗണിനെ തന്നെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആൻസർ വോണ്ട് ദേ. അപ്പോൾ ഒരൊറ്റ ഓക്സിലറി മാത്രമാണെങ്കിൽ അതിലെ റിപ്പീറ്റ് ചെയ്യുക. ഒന്നിൽ കൂടുതലാണെങ്കിൽ ആദ്യത്തെ ഓക്സിലറിയെ എടുക്കുക. ഇനി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റൂളാണ് അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത്.
ഒരു ഓക്സിലറി പോലും ഡയറക്റ്റ് ആയിട്ട് സ്റ്റേറ്റ്മെന്റിൽ തന്നിട്ടില്ല എങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഇഫ് ദർ ഈസ് നോ ഓക്സിലറി വെർബ് ഇൻ ദ സ്റ്റേറ്റ്മെന്റിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ഓക്സിലറി വെർബ് ഒന്നും കൊടുത്തിട്ടില്ല എങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൽ 3 ഓക്സിലറീസിനെ ഉപയോഗിക്കാം. ഒന്നെങ്കിൽ ഡു ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഡെസ്സിനെ കൊടുക്കാം, അതുമല്ലെങ്കിൽ ഡു കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ആരെയൊക്കെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യൻസിൽ നിന്നും അറിയാം. ജോൺ ലിവ്സ് ഹിയർ, ഇതാണ് നമ്മളുടെ സ്റ്റേറ്റ്മെന്റ്. ജോൺ ലിവ്സ് ഹിയർ. ആദ്യം തന്നെ സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവാണ്, സോ ടാഗ് നെഗറ്റീവ്, ആ കാര്യത്തിൽ ഉറപ്പ്. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് ഡയറക്റ്റ് ഓക്സിലറി ഉണ്ടോ എന്നാണ്. നമ്മൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഓക്സിലറി ഒന്നും ഇല്ല. അപ്പം നമുക്കറിയാം ഡുവോ ഡസ്സോ ഡിഡോ ഇതിലൊരെണ്ണം വേണം. ഇതിൽ ആരെയാണ് വേണ്ടതെന്നറിയാൻ നമ്മൾ ഇവിടുത്തെ മെയിൻ വെർബിനെ നോക്കുന്നു. ആരാണ് മെയിൻ വെർബ്? ലിവ്സ് എന്നുള്ളതാണ് മെയിൻ വെർബ്. ലിവ്സ് കാണുമ്പോഴേ നിങ്ങൾക്കറിയാം ഡസ് ചേർന്നിട്ട് വരുമ്പോഴാണ് അത് ലിവ്സ് ആകുന്നത്. അപ്പം ലിവ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ആരുണ്ട്? ഡസ് ഉണ്ട്. അപ്പം ഏത് ഓക്സിലറിയെ കൊടുക്കാം? ഡസ്സിനെ കൊടുക്കാം. അപ്പം നമ്മുടെ ആൻസർ ഡസിൻറ്റ്. ജോണിന് പകരം ആരെ കൊടുക്കുന്നു? ഹി. നമ്മുടെ ആൻസർ എന്ത് വരും? ഡസിൻറ്റ് ഹി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദേ ടീച്ച് ഇംഗ്ലീഷ്. ദേ ടീച്ച് ഇംഗ്ലീഷ്. ഇവിടെയും നമുക്ക് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് തന്നെ ടാഗ് നെഗറ്റീവ്. ഇവിടെയും എന്തില്ല? ഡയറക്റ്റ് ആയിട്ട് ഓക്സിലറി വെർബ് ഇല്ല. സോ നമ്മുടെ മെയിൻ വെർബിനെ നോക്കി. മെയിൻ വെർബ് ടീച്ച് ആണ്. ടീച്ച് എന്ന് മാത്രം പറഞ്ഞാൽ നമുക്കറിയാം അത് പ്ലൂറൽ V1. അതിൻ്റെ ഉള്ളിൽ ആരുണ്ട്? ഡു ഉണ്ട്. അപ്പം നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൽ ആരെ ഉപയോഗിക്കുക? ഡു. ഡോണ്ട്, ദേ. ഓക്കെ, അടുത്തത് നോക്കിക്കേ. സച്ചിൻ ബാറ്റിൽഡ് വെൽ. ഇവിടെയും നെഗറ്റീവ് ടാഗ് വേണം, കാരണം സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ്. ഡയറക്റ്റ് ആയിട്ട് ഓക്സിലറി ഇല്ല, സോ നമ്മൾ മെയിൻ വെർബിനെ നോക്കി. അത് ബാറ്റിൽഡ് ആണ്. ബാറ്റിൽഡ് എന്ന് പറയുമ്പോഴേ നമുക്കറിയാം ഇത് വെർബിന്റെ V2 ആണ്. V2 എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് പകരമായിട്ട് ആരെ കൊടുക്കണം? ഡിഡ് ആണ് കൊടുക്കേണ്ടത്. സോ നമ്മുടെ ആൻസർ ഡിഡിൻറ്റ്. സച്ചിന് പകരം ഹി. ഡിഡിൻറ്റ് ഹി. ദ ക്യാറ്റ് ജംപ്സ് ഓവർ ദ വോൾ. ഇവിടെയും നമുക്കറിയാം ഡയറക്റ്റ് ഓക്സിലറി ഇല്ല, ജംപ്സ് ആണ് മെയിൻ വെർബ്. ജംപ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം സിംഗുലാർ V1, അതിൽ ഡസ് ഉണ്ട്. സോ നമ്മുടെ ആൻസർ ഡസിൻറ്റ്. ആനിമൽ സിംഗുലാർ ഫോമിലുള്ള ആനിമലാണ്, സോ അതിന് പകരം ഇറ്റ്. സോ നമ്മുടെ ആൻസർ ഡസിൻറ്റ് ഇറ്റ്. ദേ ലിവ് ഹിയർ. ലിവ് ആണ് മെയിൻ വെർബ്, അതിൻ്റെ കൂടെ ഡു ഉണ്ട്. സോ നമ്മുടെ ആൻസർ ഡോണ്ട്, ദേ. എന്ത് വരും? ഡോണ്ട്, ദേ. അടുത്തതോ, ദ ചിൽഡ്രൻ റാൻ അവേ. ഏതാണ് മെയിൻ വെർബ്? റാൻ. റാൻ എന്ന് പറയുമ്പോഴേ നമുക്കറിയാം റണ്ണിൻ്റെ V2 ആണ്. സോ നമ്മൾ എന്ത് കൊടുക്കുന്നു? ഡിഡ് കൊടുക്കുന്നു. സോ നമ്മുടെ ആൻസർ ഡിഡിൻറ്റ്. ദ ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ പ്ലൂറൽ ആണ്, അതിനു പകരം നമ്മൾ ദേ കൊടുത്തു. അപ്പം ക്വസ്റ്റ്യൻ ടാഗിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 റൂള് അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഈ 3 റൂളും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൽ പഠിക്കുന്ന മറ്റുള്ള റൂൾസുകളെല്ലാം ഇതിനെ ഫോളോ ചെയ്തുകൊണ്ട് തന്നെയുള്ളതാണ്. അപ്പോൾ വൃത്തിയായിട്ട് ഈ 3 റൂൾസിനെയും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പം ഇതേപോലെയുള്ള നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ, താങ്ക് യു ഓൾ. ബൈ.